Hi Carrots and welcome back to my channel. Carrots 2025-26 ടിയർ റാലിയുടെ എക്സാം 2026 ജനുവരി 18 ആരംഭിക്കാൻ പോകുന്നത്. മെഡിക്കലിന്റെ ആൾറെഡി എല്ലാ അപ്ഡേറ്റും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. റീമെഡിക്കൽ കിട്ടിയ കുട്ടികൾക്കും അവരുടെ അഡ്മിറ്റ് കാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മുന്നിലുള്ള ഒരു ഗോൾ എന്താണെന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാം ആണ്. സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ജനുവരി 18 എല്ലാ കുട്ടികളും പ്രിപ്പറേഷൻ ആൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കാണും. എന്നാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഓരോ സബ്ജക്റ്റിനെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അതിനകത്തുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾ ഏതെങ്കിലും ബുക്ക് പർച്ചേസ് ചെയ്ത് പഠിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആണെങ്കിലും ഈ സിലബസ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ടോ അതോ അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 2025-26 ടിയർ റാലിയുടെ കംപ്ലീറ്റ് സിലബസ് അപ്ഡേറ്റ് ആണ്. ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഈ എല്ലാ ടോപ്പിക്കും നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ തവണത്തെ ടി എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇതുപോലുള്ള അപ്ഡേറ്റഡ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരളത്തിൽ അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് നമ്മുടെ വേക്കൻസിയുടെ അപ്ഡേറ്റ്. നമ്മുടെ സോണിൽ ടോട്ടൽ വേക്കൻസി എത്രയാണെന്ന് ചോദിച്ചാൽ കുട്ടികളെ സോൾജർ ജിഡി എടുത്ത് 1372 വേക്കൻസിയാണ്. പിന്നെ മറ്റ് ട്രേഡിൻ്റെ വേക്കൻസി നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ്. ഈ ട്രേഡിൻ്റെ എല്ലാം വേക്കൻസി ഇത്രയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വേക്കൻസി കൂടുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട്. അതിന് എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. ടിയർ റാലിയിൽ ഈ തവണ റണ്ണിങ്ങിനകത്ത് അവർ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം വന്ന 5-6 കുട്ടികൾക്ക് പകരം ചില ബാച്ചിലൊക്കെ 5:45 വരെ ടൈം കൊടുത്ത് കൂടുതലും കുട്ടികളെ പാസ്സാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മെഡിക്കലിലും കൂടുതലും കുട്ടികളെ പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ നമുക്കറിയാൻ പറ്റുന്നതാണ് വേക്കൻസി ഇതിനെക്കാട്ടും കൂടുതലുണ്ട് ഈ തവണ. അതുകൊണ്ട് ഈ ഒരു ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു വേക്കൻസിയുടെ അപ്ഡേറ്റ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് എക്സാം പാറ്റേൺ. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഈ ഒരു എക്സാം പാറ്റേൺ അനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കേണ്ടുന്നത്. GK എന്നൊരു സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് വളരെ കൂടുതലാണ് ടിയുടെ എക്സാമിന്. ടോട്ടൽ 20 ക്വസ്റ്റ്യൻ ആണ് GKയിൽ നിന്ന് മാത്രം വരുന്നത്. 40 ക്വസ്റ്റ്യൻ. GSൽ നിന്ന് ടോട്ടൽ 15 ക്വസ്റ്റ്യൻ. GS എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ 3 കാറ്റഗറി ഉണ്ട്. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഓരോ സബ്ജക്റ്റിൽ നിന്നും 5 ക്വസ്റ്റ്യൻ വീതം വരുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ തവണത്തെ എക്സാം പാറ്റേൺ അതും വലിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് മാത്സിൽ നിന്ന് ടോട്ടൽ 15 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. 30 മാർക്സ് ആണ് ടോട്ടൽ നിങ്ങൾക്ക് മാത്സിൽ നിന്ന് ലഭിക്കുന്നത്. ടോട്ടൽ 50 ക്വസ്റ്റ്യൻ 100 മാർക്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മിനിമം നിങ്ങൾ 32 മാർക്സെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പ്രീവിയസ് ഇയറിൽ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ലായിരുന്നു. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. കുട്ടികളെ നെഗറ്റീവ് മാർക്കിംഗ് നോക്കൂ. കുട്ടികളെ നിങ്ങൾക്ക് ലഭിച്ച അഡ്മിറ്റ് കാർഡിലും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തുകൊണ്ട് നെഗറ്റീവ് മാർക്കിങ്ങിൻ്റെ കാര്യം. ഓരോ കറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലഭിക്കുന്ന 2 മാർക്കായിരിക്കും. ഇനി നിങ്ങൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ലഭിക്കുന്നതായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 1 മാർക്ക് അവിടെ നഷ്ടമാവുന്നതായിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. പ്രീവിയസ് ഇയറിൽ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലായിരുന്നു. അതുകൊണ്ട് മിക്ക കുട്ടികൾ എന്താണ് എല്ലാ ക്വസ്റ്റ്യൻ അങ്ങ് കറക്കി കുത്തി. പക്ഷേ ഈ തവണ അങ്ങനെ കുത്താൻ പറ്റില്ല. കാരണം എന്താണ്, നെഗറ്റീവ് മാർക്കിംഗ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ? ഇനി നമുക്ക് ഓരോ അപ്ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് നോക്കാം. ടെറിട്ടോറിയൽ ആർമി 2026 കംപ്ലീറ്റ് സിലബസ്. വീഡിയോ സേവ് ചെയ്യുന്ന കുട്ടികളെ എന്നിട്ട് ഒരു പേന എടുക്കുക, പേപ്പർ എടുക്കുക. എന്നിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾ പോയിന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിലബസ് അപ്ഡേറ്റ് ആണ് GSൽ നിന്ന് ടോട്ടൽ നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഫിസിക്സിനെ നോക്കാം. നോക്കൂ കുട്ടികളെ, ഈ ചാപ്റ്ററെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം. ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ എല്ലാവരും. ഫോഴ്സ്, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, ഹീറ്റ്, ലൈറ്റ്, മാഗ്നറ്റിസം, വർക്ക് എനർജി, പവർ, സൗണ്ട്, ഇലക്ട്രിസിറ്റി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇത്രയും ചാപ്റ്ററിൽ നിന്നാണ് ടോട്ടൽ 5 ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റിൻ്റെ ഈ എല്ലാ ടോപ്പിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇത്രയും ചാപ്റ്റർ തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ആസിഡ് ബേസ് സാൾട്ട്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, പീരിയോഡിക് ടേബിൾ, കെമിക്കൽ റിയാക്ഷൻ, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ കെമിസ്ട്രിയിൽ നിന്ന്. നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും ടോപ്പിക് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഇതിൽ നിന്നെല്ലാം ബേസിക് ക്വസ്റ്റ്യൻ ആയിരിക്കും വരാൻ പോകുന്നത്. മനസ്സിലായ കുട്ടികളെ? ഈസി ചാപ്റ്ററാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നടക്കുന്ന മിക്ക കുട്ടികളും കാണിക്കുന്ന മിസ്റ്റേക്കാണ് മോക്ക് ടെസ്റ്റിന് മാത്രം എന്താണ് പ്രിപ്പറേഷൻ ചെയ്യും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ കാണിക്കുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. മോക്ക് ടെസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ആർമി GD ആണെങ്കിലും ഓക്കെയാണ്. പക്ഷേ ആദ്യം നിങ്ങൾ പഠിക്കാൻ നോക്കണം. പഠിക്കാതെ വെറുതെ ഇരുന്ന് 2, 3, 4 മണിക്കൂർ കൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
ആദ്യം പഠിക്കുക, പിന്നെ റിവിഷൻ നടത്തുക. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഫ്രീ ആയിട്ട് വീഡിയോ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മുടെ അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മൾ ഇങ്ങോട്ട് വരാവുന്നതാണ്, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. 100% ഷുവർ. ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് GSൻ്റെ സബ്ജക്റ്റ് ആണ് ബയോളജി. ഇവിടെ നിന്ന് ടോട്ടൽ 5 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. എല്ലാ കുട്ടികളും ഈ ഒരു സബ്ജക്റ്റ് നെഗ്ലക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു സബ്ജക്റ്റിൽ നിന്നും ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നെ. നോക്കൂ കുട്ടികളെ, ബേസിക് ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് ജനറൽ ഇൻട്രൊഡക്ഷൻ ഉണ്ട് ബയോളജിയുടെ, അത് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ആണ് ഡിസീസ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഹ്യൂമൻ ഫിസിയോളജി, സെൽസ് ആൻഡ് ടിഷ്യൂ, പിന്നെ ടിഷ്യൂസ് ആൻഡ് ബ്ലഡ്. ഇവിടെ 4 ടോപ്പിക്ക് കാണുമ്പോൾ മിക്കവരും ചോദിക്കും, സാറേ ഈ 4 ടോപ്പിക്ക് മാത്രം കവർ ചെയ്താൽ മതിയോ? അല്ല, ഈ ഹ്യൂമൻ ഫിസിയോളജിയുടെ തന്നെ 6 ബ്രാഞ്ചസ് ഉണ്ട്. ഇതിൻ്റെ തന്നെ സെപ്പറേറ്റ് 6 ടോപ്പിക്ക് വരുന്നതാണ്. ആ 6 ടോപ്പിക്കും കവർ ചെയ്യണം. ആ 6ഉം പ്ലസ് ഇത് 3 ടോട്ടൽ 9 ചാപ്റ്റേഴ്സാണ് ഇവിടെ വരുന്നത്. ഇതിനകത്ത് തന്നെ സ്കെലറ്റൽ സിസ്റ്റം വരും, പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റം വരും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യണം ഹ്യൂമൻ ഫിസിയോളജിയുടെ. അതിനകത്ത് തീർച്ചയായിട്ടും 2 or 3 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. മനസ്സിലായ കുട്ടികളെ? അപ്പോൾ ഈ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ GS കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് GKയുടെ ഫസ്റ്റ് ആണ് പൊളിറ്റി. പൊളിറ്റിയിൽ നിന്നും ഇത്രയും ടോപ്പിക് നിങ്ങൾ കവർ ചെയ്തിരിക്കണം, കാരണം വെയിറ്റേജ് വളരെ കൂടുതലാണ്. ഇനി നെക്സ്റ്റ് ആണ്, ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിരിക്കണം പൊളിറ്റിയുടെ. പൊളിറ്റിയിൽ നിന്ന് ഏതൊക്കെയാണ് നോക്കും: മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ആർട്ടിക്കിൾസ് ആൻഡ് പ്രിയാമ്പിൾ, അമെൻമെന്റ്, ഇലക്ഷൻ കമ്മീഷൻ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, പാർലമെന്ററി സിസ്റ്റം. ഇത്രയുമാണ് പൊളിറ്റിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം നോക്കാം. നെക്സ്റ്റ് ആണ് ജോഗ്രഫി ആൻഡ് ഹിസ്റ്ററി. ജോഗ്രഫി നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം. പിന്നെ ഇതിൻ്റെ എല്ലാം പല പല ലെയേഴ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്, പിന്നെ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബറിംഗ് കൺട്രീസ്. ഇതിൻ്റെ കൂടെ തന്നെ കോണ്ടിനെൻറ്റ്സ് വരും. പിന്നെ മിനറൽസ് ആൻഡ് സോയിൽസ്, ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ പാർട്ട് 1, 2 ഉണ്ട്. ഫിസിയോഗ്രഫി ഓഫ് പാർട്ട് 1 and 2 എന്ന് പറയുന്നത് വളരെ ഒരു ലാസ്റ്റ് ടോപ്പിക്കാണ്. അതെല്ലാം നിങ്ങൾ കവർ ചെയ്തിരിക്കണം. പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ, സോളാർ സിസ്റ്റം, റോക്സ്, ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ആൻഡ് വിൻഡ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ജോഗ്രഫിയിൽ നിന്ന്. ജോഗ്രഫി ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇന്ത്യൻ ആർമിയിൽ ചെന്നിട്ടും നിങ്ങൾക്ക് ജോഗ്രഫിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ഹെൽപ്പ് ആവുന്നതായിരിക്കും. ഇന്ത്യൻ ആർമിയുടെ എല്ലാ എക്സാമിനും, ആർമി, നേവി, എയർഫോഴ്സ്, ICG ഏതെടുത്താലും, അതുപോലെ SSGD ആണെങ്കിലും ജോഗ്രഫിയിൽ നിന്ന് ക്വസ്റ്റ്യൻ കമ്പൽസറി ആണ്. കാരണം ജോഗ്രഫി നമുക്കവിടെ വേണം. നമ്മൾ മാപ്പ് റീഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ജോഗ്രഫി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. മനസ്സിലായ കുട്ടികളെ? നെക്സ്റ്റ് ആണ് ഹിസ്റ്ററി. ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫ്രീഡം മൂവ്മെൻറ്റ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ, റിവോൾട്ട് 1857, സോഷ്യൽ റിഫോംസ്, ഡൽഹി സൽത്തനത്ത്. ഇത്രയും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം തീർച്ചയായിട്ടും. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. നോക്കൂ കുട്ടികളെ, മാത്സ്. ഇതിൽ നിന്ന് മാത്രം ടോട്ടൽ 15 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. എത്രയാണ്? 15 ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് 30 മാർക്സ് ലഭിക്കുന്നതായിരിക്കും. ഇത്രയും ടോപ്പിക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. LCM, HCF, സിംപ്ലിഫിക്കേഷൻ, റേഷൻ പ്രൊപ്പോർഷൻ, ബോട്ട് ആൻഡ് സ്ട്രീം, വർക്ക് ആൻഡ് ടൈം, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, മെൻസുറേഷൻ, ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ്, ട്രിഗ്നോമെട്രി, ആവറേജ്, ആൽജിബ്ര, പൈപ്പ് ആൻഡ് സിസ്റ്റം. ഇത്രയും ടോപ്പിക് നിങ്ങൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യണം. 15 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ വരുന്നതായിരിക്കും. 30 മാർക്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വളരെ ഈസിയാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ബേസിക് ക്വസ്റ്റ്യൻ ആയിരിക്കും വരാൻ പോകുന്നത്. ഈ ടോപ്പിക് എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി ഫൈനലി പറയാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് സ്ട്രാറ്റജിക്ക്. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ സ്ട്രാറ്റജിക്കയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എങ്ങനെയായാലും 8 to 12 ക്വസ്റ്റ്യൻ വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ എല്ലാ പോർഷനും കംപ്ലീറ്റ് ചെയ്യണം. ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാണാതെ അങ്ങ് പഠിച്ചോണം കേട്ടോ കുട്ടികളെ. കാണാതെ നല്ലപോലെ പഠിക്കാൻ നോക്കണം. കാരണം ടൈം വളരെ കുറവാണ് നമ്മുടെ കയ്യിൽ. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കൂടി ലൈറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഫോക്ക് ഡാൻസ്, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ അവാർഡ്, നിക് നെയിം ആൻഡ് റിയൽ നെയിം, ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഗവർണർ, ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റം, സ്പോർട്സ്, UNO, ഫെസ്റ്റിവൽസ്, ഫസ്റ്റ് ഇൻ ഇന്ത്യ, മെയിൽ ആൻഡ് ഫീമെയിൽ, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, നോബൽ പ്രൈസ്, കൺട്രി, ക്യാപിറ്റൽ കറൻസി, ഫുൾ ഫോം ആൻഡ് അബ്രിവേഷൻ, ലാംഗ്വേജ്, പിന്നെ ഡിസ്കവറീസ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിന്നാണ് 8 to 12 ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. പോർഷൻസ് എല്ലാം കവർ ചെയ്തിരിക്കണം. ഒരു ടോപ്പിക്ക് പോലും നിങ്ങൾ വിടരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളും ഇനി വരാൻ പോകുന്ന എക്സാമിന് തയ്യാറെടുക്കുന്ന കേഡറ്റ് ആണെങ്കിലും, അതായത് ജനുവരി 18 വരാൻ പോകുന്ന എക്സാമിന് തയ്യാറെടുക്കുന്ന കേഡറ്റ് ആണെങ്കിലും, നെക്സ്റ്റ് ടിയർ റാലിക്കോ അതേപോലെ നെക്സ്റ്റ് ആർമി ജിഡിക്കോ തയ്യാറെടുക്കുന്ന കേഡറ്റ് ആണെങ്കിലും ഈ ടോപ്പിക് എല്ലാം നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ആർമി ജിഡിയുടെ എക്സാമുമായിട്ട് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ റീസണിങ് എന്നൊരു സബ്ജക്റ്റ് ഇല്ല. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. മനസ്സിലായ കുട്ടികളെ? വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഒരു വാല്യുബിൾ കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക. കാരണം ഇതുപോലുള്ള സിലബസ് അപ്ഡേറ്റ്സ് ഒന്നും നമ്മുടെ കേരളത്തിൽ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കത്തില്ല. ഇത് പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇനി പ്രീവിയസ് ഇയറിൽ നമ്മുടെ അക്കാഡമിയിൽ പഠിച്ച് സെലക്ട് ആയ കുട്ടികളുടെ അപ്ഡേറ്റ് ആണ്. ഈ 4 കുട്ടികൾ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവരുടെ യൂണിറ്റിലോട്ട് ഇവർ പോകാൻ പോവുകയാണ്. ഇനി 2025-26 നമ്മുടെ അക്കാഡമിയിൽ നിന്നും പാസ്സായ കുട്ടികളെ നിങ്ങൾ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. അതായത് ഫിസിക്കൽ പാസ്സായ കുട്ടികളുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണാം. അതിന് ടോട്ടൽ 8 കുട്ടികളാണ് ഇവിടെ നിന്ന് പാസ്സായിരിക്കുന്നത്. ഇത്രയും കുട്ടികൾ ഇവിടെ നിന്ന് പാസ്സായിട്ടുണ്ട്. ഇപ്പോൾ ഇവർ റിട്ടേൺ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇവരുടെ നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാമാണ്. അത് കഴിഞ്ഞാൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇവർ വന്നാൽ ഇവർക്ക് ജോലി കിട്ടുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സെലക്ഷൻ നടക്കുന്നതായിരിക്കും ഈ തവണത്തെ ടിയർ റാലിയിൽ. മനസ്സിലായ കുട്ടികളെ? അതുകൊണ്ട് നിങ്ങളും ചാൻസ് മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആനന്ദ് ഡിഫൻസ് അക്കാഡമി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കേഡറ്റ്സ് ടിയർ റാലിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സിന് അപ്ഡേറ്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓൺലൈൻ്റെ ടോട്ടൽ ഫീസ് 4000 rupees ആണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്.
റെക്കോർഡ് സെഷൻ ഉണ്ട്. വീക്കിലി 6 ഡേയ്സ് ക്ലാസ്, 6 ഡേയ്സ് അല്ല ഇപ്പോൾ 7 ഡേയ്സ് ആക്കിയിട്ടുണ്ട് ഈ ക്ലാസ് സെഷൻ. നമ്മൾ 7 ഡേയ്സ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീക്കിലി സൺഡേയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സസ്, മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ എന്തായാലും ജനുവരി ഫസ്റ്റ് വീക്കിനുള്ളിൽ നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം പിന്നെ നിങ്ങളുടെ റിവിഷൻ ആയിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്പെഷ്യലി ജി കെയിലും അതുപോലെ തന്നെ ജി എസിലും പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും സെയിം ടൈം ആർമി ജിയുടെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലും ഓഫ്ലൈൻ ക്ലാസ്സിലും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ജോയിൻ ചെയ്യുക. കറക്റ്റ് അപ്ഡേറ്റും ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ. ആന ഡിഫൻസ് അക്കാഡമിയുടെ ഇമ്പോർട്ടൻറ്റ് വാട്സ്ആപ്പ് ചാനൽ. ഇവിടെ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും ലഭിക്കും. പേപ്പറിൽ വരുന്ന അപ്ഡേറ്റ്സും, അതായത് തൊഴിൽ വാർത്തയാണെങ്കിലും തൊഴിൽ വീതി ആണെങ്കിലും ന്യൂസ് പേപ്പറിലാണെങ്കിലും എല്ലാ പേപ്പർ കട്ടിങ്ങും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓൺലി ഡിഫൻസ് ജോബ് റിലേറ്റഡ്, ആർമി, നേവി, എയർഫോഴ്സ്, ICG, RRB, SSC എല്ലാത്തിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ ആയ കുട്ടികൾ, അതുകൊണ്ട് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഫൈനലി കുട്ടികളെ 2 കോൺടാക്ട് നമ്പർ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ 2 നമ്പറും നിങ്ങൾ സേവ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ആന ഡിഫൻസ് അക്കാഡമിയിലെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബിന്ദാസായിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.